ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ 15-16 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. കേരള PSCയുടെ ഉടൻ വരുന്ന എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റിന്റെ ആശാൻ ക്ലാസ്സസ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കോഴ്സ് വരുന്നത് ഫുള്ളി വീഡിയോ കോഴ്സ് ആയിട്ടാണ് വരുന്നത്. അവയുടെ സ്റ്റഡി മെറ്റീരിയൽസും ടോപ്പിക് വൈസ് എക്സാംസും മോഡൽ എക്സാമും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത്, 10th ആയാലും +2 ലെവൽ ആയാലും ഡിഗ്രി ലെവൽ ആയാലും അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ടാലന്റിന്റെ ആശാൻ ക്ലാസ്സസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ഒരു ക്ലാസ് പർച്ചേസ് ചെയ്യുക. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ 16 പ്രത്യേകതയാണ്. സെപ്റ്റംബർ 16 എല്ലാ വർഷവും ഓസോൺ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. എന്താണ് സെപ്റ്റംബർ 16? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓസോൺ ഡേ ആണ്, ഓസോൺ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്ന, പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു പാളിയാണ് ഓസോൺ പാളി. അപ്പോൾ ആ ഒരു ഓസോൺ പാളിയുടെ സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി 2025 സെപ്റ്റംബർ 16 ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നുള്ളതാണ്. എന്താണ് ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നുള്ളതാണ് 2025 ഓസോൺ ദിനത്തിന്റെ പ്രമേയം. അപ്പോൾ ഓസോൺ ദിനം നമ്മൾ ആചരിക്കുന്നത് സെപ്റ്റംബർ 16 ആണ്. ഇനി 2025 ഈ ഒരു ദിവസത്തിന്റെ പ്രമേയം നമ്മൾ പറഞ്ഞു, ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2025 യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല ഏതെന്നാണ്. അപ്പോൾ വർക്കല ക്ലിഫാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. എന്താണ് താൽക്കാലിക ലിസ്റ്റിലാണ്, ഇതിൻ്റെ ഒരു താൽക്കാലിക ലിസ്റ്റിലാണ്. ഈ ഒരു താൽക്കാലിക ലിസ്റ്റ് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ലിസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ലോക പൈതൃക കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു താൽക്കാലിക പട്ടിക ആദ്യം തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു താൽക്കാലിക പട്ടികയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല ഏതാണ്? വർക്കല ക്ലിഫാണ്. ഇന്ത്യയിൽ നിന്നും ഈ ഒരു പട്ടികയിൽ 2025 യുനെസ്കോയുടെ ഈ ഒരു പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ടത് 7 കേന്ദ്രങ്ങളാണ്, 7 പൈതൃക മേഖലകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ഈ ഒരു താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന 69 സൈറ്റുകളുടെ എണ്ണമായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടുന്ന എത്ര പ്രദേശങ്ങളായിരിക്കുകയാണ്? 69 പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരിക്കുകയാണ്. 7 എണ്ണമാണ് 2025 ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടത്. അതിലൊന്ന് ഏതാണ്? കേരളത്തിലെ വർക്കല ക്ലിഫാണ്. ഇനി ബാക്കിയുള്ളവ ഏതാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. പഞ്ചാഗ്നി, മഹാബലേശ്വർ ആ ഒരു മേഖലയിലെ ഡെക്കാൻ ട്രാപ്സ് ആണ് വേറൊന്ന്. അതെന്താണ്? മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ്? പഞ്ചാഗ്നി, അതേപോലെ മഹാബലേശ്വർ, ഇവിടെയുള്ള ഡെക്കാൻ ട്രാപ്സ് മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മേഖല ഉൾപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഉടുപ്പിയിലെ സെന്റ് മേരീസ് ഐലൻഡ് ക്ലസ്റ്റർ. എന്താണ്? ഉടുപ്പിയിലെ സെന്റ് മേരീസ് ഐലൻഡ് ക്ലസ്റ്റർ എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്നാണ് മേഘാലയൻ ഏജ് കേവ്സ്. എന്താണ്? മേഘാലയൻ ഏജ് കേവ്സും ഈ ഒരു താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മേഘാലയയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? മേഘാലയ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന മേഘാലയൻ ഏജ് കേവ്സും ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് നാഗാ ഹില്ലാണ്. എന്താണ്? നാഗാ ഹില്ല് ഓഫിയോലൈറ്റ്, നാഗാലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന നാഗാ ഹില്ല് ഓഫിയോലൈറ്റും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരു മേഖലയാണ് എറാമട്ടി ദിബ്ബാലു, ആന്ധ്രാപ്രദേശിലെ എറാമട്ടി ദിബ്ബാലു, അതേപോലെ തന്നെ തിരുമല ഹിൽസും. രണ്ടും എന്താണ്? ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. എറാമട്ടി ദിബ്ബാലുവും തിരുമല ഹിൽസും രണ്ടും ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ ആകെ 7 പൈതൃക മേഖലകളാണ് 2025 യുനെസ്കോയുടെ പൈതൃക കേന്ദ്ര പട്ടികയിൽ, താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഉൾപ്പെട്ട 7 പ്രദേശങ്ങളും 7 പ്രദേശങ്ങൾ നമ്മൾ പഠിച്ചത് ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ള 7 പ്രദേശങ്ങളാണ്. അതിലൊന്ന് വർക്കല ക്ലിഫാണ്, കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ലേണേഴ്സ് ടെസ്റ്റിനുള്ള ചോദ്യങ്ങളുടെ എണ്ണം എത്രയാക്കിയിരിക്കുകയാണ്? 30 ആക്കിയിരിക്കുകയാണ്. എത്രയാണ്? 30 ആക്കിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡ്രൈവിംഗ് ലൈസൻസിന് നമുക്കറിയാം, ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ലേണേഴ്സ് ടെസ്റ്റ് ഉണ്ടാകും. ആ ടെസ്റ്റിലെ ചോദ്യങ്ങളുടെ എണ്ണം 30 ആക്കിയിരിക്കുകയാണ്. നേരത്തെ ഈ ചോദ്യങ്ങളുടെ എണ്ണം 20 ആണ്. 20ൽ നിന്നുമാണ് 30 ആക്കിയിരിക്കുന്നത്. 20 എണ്ണത്തിൽ 12 എണ്ണം ശരിയാക്കിയാൽ നമ്മൾ ഈ ഒരു ലേണേഴ്സ് പാസ്സാകുമായിരുന്നു. ഇപ്പോഴെന്താണ്? 18 എണ്ണം പാസ്സാകണം. 18 ചോദ്യങ്ങൾക്ക് ഉത്തരം
നൽകിയാലാണ് ഇനി എന്താണ് നമ്മൾ ഈ ഒരു ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാവുന്നത്. ഇനി ഈ ഒരു ലേണേഴ്സ് ടെസ്റ്റിന്റെ സിലബസും അതേപോലെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും നമുക്ക് MVD ലീഡ്സ് എന്നുള്ള ആപ്പിൽ ലഭ്യമാണ്. എന്താണ് MVD ലീഡ്സ് എന്നുള്ള ആപ്പിൽ ഇതിന്റെ സിലബസും അതേപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് അതിലൂടെ ലഭിക്കുന്നതാണ്, ഈ ഒരു ആപ്പിലൂടെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ ടെസ്റ്റുകളും നമുക്ക് ലഭ്യമാണ്. ഈ ഒരു ഓൺലൈൻ ടെസ്റ്റുകൾ നമ്മൾ പാസ്സാകുകയാണെങ്കിൽ റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും, ഓൺലൈനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഈ ഒരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച റോഡ് സേഫ്റ്റി ഇപ്പോൾ നിർബന്ധിത റോഡ് സേഫ്റ്റി ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടെസ്റ്റ് എഴുതി നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് റോഡ് സേഫ്റ്റി ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കറിയാം ലേണേഴ്സ് എഴുതുന്നതിന് മുമ്പ് നമ്മൾ റോഡ് സേഫ്റ്റി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് പിന്നീട് ഈ ഒരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരാൾക്ക് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുള്ള വ്യവസ്ഥ ബാധകമായിരിക്കില്ല. കൂടാതെ ഈ ഒരു ആപ്പിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് റോഡ് സേഫ്റ്റി നിയമങ്ങളും അവയൊക്കെ എങ്ങനെ പാലിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്ന കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് KSRTC ബസ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്വകാര്യ ബസ്സിലായിക്കോട്ടെ ഇതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യുന്നത് വഴി അവരുടെ ആ ഒരു യാത്രാ ചെലവിൽ റിഡക്ഷൻ, ഇളവ് ലഭിക്കുന്നതായിരിക്കും. അതായത് കൂടുതൽ ഈ കുട്ടികളിൽ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് പഠിക്കുന്നതിനും അല്ലെങ്കിൽ അതിലുള്ള നിയമങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് കുട്ടികൾ യാത്ര ചെയ്യുന്ന ബസ്സുകളിലും സ്വകാര്യ ബസ്സുകളിലായാലും KSRTC ബസ്സുകളിലായാലും അവർക്ക് യാത്രാ ചെലവിൽ ഇളവ് ലഭിക്കുന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, നമ്മൾ ചർച്ച ചെയ്തത് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ലേണേഴ്സ് ടെസ്റ്റിനുള്ള ചോദ്യങ്ങളുടെ എണ്ണം എത്രയാക്കിയിരിക്കുകയാണ്? 20-ൽ നിന്ന് 30 ആക്കിയിരിക്കുകയാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ്. അപ്പോൾ കേരളത്തിലാണ് ഇങ്ങനെ ഒരു ക്ലിനിക്ക് ആരംഭിക്കാനായിട്ട് പോകുന്നത്. രാജ്യത്ത് ആദ്യമായിട്ടാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ഒരു വെൽനസ് ക്ലിനിക്ക് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവഴി കേരളത്തിൽ ഇങ്ങനെയുള്ള ക്ലിനിക്കുകൾ ആരംഭിക്കുന്നത് വഴി ലക്ഷ്യം വെക്കുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന വിളർച്ച, BP, അതേപോലെ പ്രമേഹം, ഇനി ക്യാൻസർ സംബന്ധമായ സ്ക്രീനിങ്ങുകൾ എല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വെൽനസ് സെന്ററുകൾ പ്രത്യേകം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ഇത്തരത്തിൽ പ്രത്യേകം വെൽനസ് ക്ലിനിക്കുകൾ ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അടുത്തതൊരു പോർട്ടലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. KLearn എന്നുള്ള പോർട്ടലാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് ലഭിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തയ്യാറാക്കുന്ന ഒരു പോർട്ടലാണ്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർട്ടൽ സജ്ജമാവുന്നത്. KLearn എന്നാണ് ഈ ഒരു പോർട്ടലിന് നൽകിയിരിക്കുന്ന പേര്. ഇപ്പോൾ ഒരു ദിവസം ഒരു വിദ്യാർത്ഥി കോളേജിൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ, ഹാജരായില്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ ക്ലാസ്സുകൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ഒരു പോർട്ടൽ വന്നിട്ടുള്ളത്. അങ്ങനെ ആ ഒരു അറ്റൻഡ് ചെയ്യാത്ത ക്ലാസ് കൂടി കോളേജിൽ നേരിട്ട് ചെന്ന് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത ക്ലാസ്സും കൂടി ആ കുട്ടിക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി കോളേജിൽ നേരിട്ട് ചെന്ന് പഠിച്ച വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പോലും അവർ പഠിച്ച വിഷയം കൂടുതൽ ഡെപ്തായിട്ട് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടി ക്ലാസ് കേൾക്കണമെങ്കിൽ ഈ ഒരു ഓൺലൈൻ പോർട്ടൽ വഴിയിട്ട് ആ ഒരു ക്ലാസ് കേൾക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കറിയാം ബിരുദ വിദ്യാഭ്യാസം 4 വർഷമാക്കിയ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതേ സംബന്ധിച്ചിട്ടുള്ള അവരുടെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളും ഒക്കെ ഈ ഒരു പോർട്ടലിലൂടെ ലഭ്യമാവുന്നതായിരിക്കും. ആദ്യഘട്ടത്തിൽ 50ഓളം വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ലഭ്യമാവുന്നത്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകളും ഇനി ഓൺലൈനായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോർട്ടൽ സജ്ജമാക്കുന്നത്. പോർട്ടലിൻ്റെ പേര് ഓർത്തു വെക്കുക, KLearn എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. മണിപ്പൂർ സന്ദർശനത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അണിയിച്ച മണിപ്പൂരിന്റെ പരമ്പരാഗത തലപ്പാവ് ഏതെന്നാണ്? കോക്കിയത്. കോക്കിയത് എന്നുള്ള ഒരു തലപ്പാവാണ് അണിയിച്ചത്. അപ്പോൾ ഈ ഒരു തലപ്പാവ് അണിയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ മണിപ്പൂരിലെ നിവാസികൾ സ്വീകരിച്ചത്. അപ്പോൾ ഈ ഒരു തലപ്പാവ് അവരുടെ പരമ്പരാഗത തലപ്പാവാണെന്ന് പറഞ്ഞു. ഈ ഒരു തലപ്പാവിൽ മലമുഴക്കി വേഴാമ്പലിന്റെ തൂവലുകളും അതേപോലെ കല്ലുകളും പതിപ്പിച്ചാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മണിപ്പൂരിന്റെ പരമ്പരാഗത തലപ്പാവായിട്ടുള്ള കോക്കിയത് എന്നുള്ള ഈ ഒരു തലപ്പാവ് വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എവിടെ സ്വീകരിച്ചത്? ഏത് സംസ്ഥാനം സ്വീകരിച്ചത്? മണിപ്പൂർ സംസ്ഥാനം സ്വീകരിച്ചത്. 2025 സെപ്റ്റംബറിലാണ് അദ്ദേഹം മണിപ്പൂർ വിസിറ്റ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ലോകത്തിലെ ആദ്യ AI ജനറേറ്റർ മന്ത്രിയെ നിയമിച്ച രാജ്യം ഏതെന്നാണ്? അപ്പോൾ ഓർത്തു വെക്കുക, അൽബേനിയയാണ്. അൽബേനിയയിലാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയെയാണ് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം തയ്യാറാക്കിയത്? അവിടുത്തെ മന്ത്രിസഭ തയ്യാറാക്കിയെന്ന് വെച്ചാൽ അഴിമതി രഹിത ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യം അറിയിച്ചുകൊണ്ട് അൽബേനിയയിലെ പ്രധാനമന്ത്രിയായ എഡി റാമ ഈ ഒരു AI ജനറേറ്റർ മന്ത്രിയെ നിയമിച്ചിരിക്കുന്നത്.
നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഏത് രാജ്യത്താണ് ഇത്തരത്തിലൊരു മന്ത്രിയെ ജനറേറ്റ് ചെയ്തത്? അൽബേനിയ എന്നുള്ള രാജ്യത്താണ്. ഇനി ഈ ഒരു AI മന്ത്രിയുടെ പേര് എന്താണെന്ന് കൂടി നോട്ട് ചെയ്ത് വെക്കാം. സൂര്യൻ എന്ന അർത്ഥം വരുന്ന ഡിയല്ല എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത്. എന്താണ്? സൂര്യൻ എന്ന അർത്ഥം വരുന്ന ഡിയല്ല എന്നുള്ള പേരാണ് ഈ ഒരു AI ജനറേറ്റഡ് മന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ഈ ഒരു മന്ത്രിയെ അപ്പോയിന്റ് ചെയ്ത രാജ്യം ഏതാണ്? അൽബേനിയാണ്. ലോകത്ത് ആദ്യമായിട്ടാണ് ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയാണ് നിയമിച്ചിരിക്കുന്നത്. ഏത് രാജ്യമാണ്? അൽബേനിയയിലെ ഡിയല്ല എന്നുള്ള മന്ത്രിയാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ INS ആര്യവല്ലി കമ്മീഷൻ ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ്? ഗുരുഗ്രാമിലാണ്. എവിടെയാണ്? ഗുരുഗ്രാമിലാണ് INS ആര്യവല്ലി കമ്മീഷൻ ചെയ്യപ്പെട്ടത്. അപ്പോൾ നമ്മുടെ നാവികസേനയ്ക്ക് കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരുഗ്രാമിൽ INS ആര്യവല്ലി. ആരുടെ സാന്നിധ്യത്തിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. നമ്മുടെ നാവികസേന മേധാവിയായിട്ടുള്ള ദിനേശ് കെ ത്രിപാഠി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് INS ആര്യവല്ലി ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ നാവികസേനയ്ക്ക് കൈമാറിയ തദ്ദേശീയമായി നിർമ്മിച്ച ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ ഏതെന്നാണ്? ഓർത്ത് വെക്കുക, ആന്ത്രോത്ത്. ആന്ത്രോത്ത് എന്നുള്ള യുദ്ധക്കപ്പലാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, നാവികസേനയ്ക്ക് ഈ ഒരു തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ കൈമാറ്റം ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് എവിടെയാണ് ഈ ഒരു കപ്പൽ നിർമ്മിച്ചത്, ഈ ഒരു യുദ്ധക്കപ്പൽ നിർമ്മിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് ഈ ഒരു യുദ്ധക്കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ നാവികസേനയ്ക്ക് ഈ ഒരു ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ കൈമാറ്റം ചെയ്തിരിക്കുകയാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് 2025 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ആണ്. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ മെഡൽ ജേതാക്കളെയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നോക്കുന്ന താരം മീനാക്ഷി ഹൂഡയാണ്. ആരാണ്? മീനാക്ഷി ഹൂഡയാണ്. സ്വർണ്ണ മെഡലാണ് ഇന്ത്യക്ക് വേണ്ടി നേടിയിരിക്കുന്നത്. ഏത് വിഭാഗത്തിലാണെന്ന് ഓർത്തു വെക്കുക, വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗത്തിലാണ് മീനാക്ഷി ഹൂഡ സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ജെയ്സ്മിൻ ലെംബോറിയയാണ്. ആരാണ്? ജെയ്സ്മിൻ ലെംബോറിയ സ്വർണ്ണ മെഡൽ തന്നെയാണ് നേടിയിരിക്കുന്നത്. വനിതകളുടെ 57 കിലോഗ്രാമിലാണ് ജെയ്സ്മിൻ സ്വർണ്ണ മെഡൽ നേടിയത്. ഇനി നോക്കുന്ന താരം നുപൂർ ഷിയോറിനാണ്. ആരാണ്? നുപൂർ ഷിയോറിനാണ്. വെള്ളി മെഡലാണ് നേടിയിരിക്കുന്നത്. വനിതകളുടെ 80 പ്ലസ് കിലോഗ്രാമിലാണ് ആരാണ്? നുപൂർ ഷിയോറൻ വെള്ളി മെഡൽ നേടിയിരിക്കുന്നത്. ഇനി വനിതകളുടെ 80 കിലോഗ്രാമിൽ വെങ്കല മെഡൽ നേടിയത് ആരാണ്? പൂജ റാണിയാണ്. ഇന്ത്യൻ താരമായ പൂജ റാണിയാണ് വനിതകളുടെ 80 കിലോഗ്രാമിൽ വെങ്കല മെഡൽ നേടിയിരിക്കുന്നത്. ഈ മത്സരം 2025 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടന്നതെന്ന് നമുക്കറിയാം. UK വെച്ചായിരുന്നു ഈ ഒരു മത്സരം നടന്നത്. അതിൽ മീനാക്ഷി ഹൂഡ സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്നുണ്ട്. വനിതകളുടെ 48 കിലോഗ്രാമിലാണ് നേടിയിരിക്കുന്നത്. ഇനി ജെയ്സ്മിൻ ലെംബോറിയ സ്വർണ്ണ മെഡലാണ് നേടിയത് വനിതകളുടെ 57 കിലോഗ്രാമിൽ. അതേപോലെ തന്നെ നുപൂർ ഷിയോറ നേടിയത് വെള്ളി മെഡലാണ് വനിതകളുടെ 80 പ്ലസ് കിലോഗ്രാമിലാണ്. ഇനി പൂജ റാണി വെങ്കല മെഡൽ നേടിയത് വനിതകളുടെ 80 കിലോഗ്രാമിലാണ്. ഈ മത്സരങ്ങളൊക്കെ എവിടെ വെച്ചാണ് നടന്നത്? UK വെച്ചാണ് നടന്നത്. അടുത്തതൊരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത്. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യം നർത്തകി ആരെന്നാണ്? ഓർത്തു വെക്കാം, ശാരദ ഹോഫ്മൻ ആണ്. ആരാണ്? ശാരദ ഹോഫ്മൻ ആണ്. അപ്പോൾ അന്തരിച്ചിരിക്കുകയാണ്. എന്താണ് പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ പ്രശസ്തയായ ഭരതനാട്യം നർത്തകിയായിരുന്നു ശാരദ ഹോഫ്മൻ. ഇനി ചെന്നൈയിലെ കലാക്ഷേത്രയിൽ നൃത്ത അധ്യാപികയുമായിരുന്നു ആരാണ്? ശാരദ ഹോഫ്മൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. 2025 സെപ്റ്റംബറിലാണ് അന്തരിച്ചത്. കേരള PSCയുടെ ഉടൻ വരുന്ന BFO എക്സൈസ് ഇൻസ്പെക്ടർ അതേപോലെ ഫയർമാൻ ഫയർവുമൺ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്കുകൾ ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു ബുക്കുകൾ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ഒരു ബുക്കുകൾ ഓർഡർ ചെയ്യുക. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. 2025 യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല ഏതെന്നാണ്? വർക്കല ക്ലിഫ് ആണ് ഉൾപ്പെട്ടത്. അപ്പോൾ വർക്കല ക്ലിഫ് ഉൾപ്പെടെ 7 പ്രദേശങ്ങളാണ് 2025 ഈ ഒരു താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ലേണേഴ്സ് ടെസ്റ്റിനുള്ള ചോദ്യങ്ങളുടെ എണ്ണം എത്രയാക്കിയിരിക്കുകയെന്നാണ്? 20 നിന്ന് 30 ആക്കിയിരിക്കുകയാണ്. അതേപോലെ 18 ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയായാലാണ് ഈ ഒരു ലേണേഴ്സ് പാസ്സാവുന്നത്. രാജ്യത്തെ ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക്ക് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് പിന്നീട് നമ്മൾ നോക്കിയത്? കേരളമാണ് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ഇത്തരത്തിലുള്ള വെൽനസ് ക്ലിനിക്കുകൾ ആരംഭിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പോർട്ടലായിരുന്നു. ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈനായി ലഭിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തയ്യാറാക്കുന്ന പഠന പോർട്ടലാണ്. എന്താണ് പോർട്ടലിന്റെ പേര്? കേലൻ എന്നുള്ള പോർട്ടലാണ്. ഇനി മണിപ്പൂർ സന്ദർശനത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അണിയിച്ച മണിപ്പൂരിന്റെ പരമ്പരാഗത തലപ്പാവ് ഏതെന്നാണ്? അതിനുശേഷം നമ്മൾ നോക്കിയത് കോക്കിയേത് എന്നുള്ള തലപ്പാവാണ്. അപ്പോൾ മണിപ്പൂർ അദ്ദേഹം സന്ദർശിക്കുകയാണ്. 2025 സെപ്റ്റംബറിലാണ് ഈ ഒരു സന്ദർശനം നടന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി ലോകത്തിലെ ആദ്യത്തെ AI ജനറേറ്റർ മന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാണെന്ന് നമ്മൾ നോക്കി. അൽബേനിയാണ് ഇത്തരത്തിലൊരു മന്ത്രിയെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ഭരണത്തിലെ അഴിമതി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു AI ജനറേറ്റർ മന്ത്രിയെ നിയമിച്ചത്. ഏത് രാജ്യമാണ്
ഏതാണെന്ന് ഓർത്ത് വെക്കുക, അൽബേനിയയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്തിടെ INS ആരവല്ലി കമ്മീഷൻ ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ്? ഗുരുഗ്രാമിലാണ് എന്നാണ് INS ആരവല്ലി കമ്മീഷൻ ചെയ്യപ്പെട്ടത്. ശേഷം നമ്മൾ നോക്കിയത് ഒരു ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പലായിരുന്നു. എന്താണ്? ആന്ത്രോത്ത് എന്നുള്ള ഒരു യുദ്ധക്കപ്പലാണ് അടുത്തിടെ നാവികസേനയ്ക്ക് കൈമാറിയ തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പലാണിത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യം നർത്തകി ആരെന്നാണ്? ശാരദ ഹോഫ്മൻ ആണ്. അതുപോലെ തന്നെ 2025 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ മെഡൽ ജേതാക്കളെയും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. മീനാക്ഷി ഹൂഡ സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. അതേപോലെ ജെയ്സ്മിൻ ലെംബോറിയം സ്വർണ്ണ മെഡലാണ് നേടിയത്. ഇനി നൂപൂർ ഷിയോറൻ എന്താണ് നേടിയത്? വെള്ളി മെഡലാണ് നേടിയത്. പൂജാ റാണി വെങ്കല മെഡലുമാണ് നേടിയത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആർദ്ര കേരളം പുരസ്കാരം 2023-24 മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ജില്ലാ പഞ്ചായത്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി തൃശൂർ, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. അടുത്ത ചോദ്യം ഇതാണ്. 2025 PV നരസിംഹറാവു പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ്? ഓപ്ഷൻ എ നരേന്ദ്രമോദി, ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ, ഓപ്ഷൻ സി രാഹുൽ ഗാന്ധി, ഓപ്ഷൻ ഡി മൻമോഹൻ സിംഗ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. കേരള അർബൻ കോൺക്ലേവ് 2025 വേദി എവിടെയെന്നാണ്? ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. കൊച്ചിയിൽ വെച്ചാണ് ഈ ഒരു കോൺക്ലേവ് നടക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. പേഴ്സൺ ടു മർച്ചന്റ് ഇടപാടുകൾക്കുള്ള പുതുക്കിയ UPI പരിധി എത്രയെന്നാണ്? ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 10 ലക്ഷം രൂപയാണ് എന്താണ് പേഴ്സൺ ടു മർച്ചന്റ് ഇടപാടുകൾക്കുള്ള പുതുക്കിയ UPI പരിധി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.